ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 9 വാക്യം 8. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട മർക്കോസിൻ്റെ സുവിശേഷം 8-ാം വാക്യത്തിൽ ഒരു ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിൽ ചെന്ന് അവിടെ വെച്ച് ശിഷ്യന്മാരുടെ മധ്യേ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭവമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. അവിടെ നാം പ്രത്യേകമായി വായിച്ചു കേൾക്കുവാനിടയായത്, അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല എന്നാണ്. അവർക്ക് ഒരു പ്രത്യേക അനുഭൂതി അവിടെ ഉണ്ടാവുകയാണ്. അഥവാ ശിഷ്യന്മാർക്ക് മറുരൂപ മലയിൽ വെച്ചുണ്ടായ പ്രത്യേകമായ അനുഭവം. യേശുവാണ് അവരെ അവിടെ കൂട്ടിക്കൊണ്ടുപോയത്. യേശുവിനോടൊപ്പമുള്ള ശിഷ്യന്മാരുടെ ജീവിതം എപ്പോഴും അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു, അടയാളങ്ങൾ നിറഞ്ഞതായിരുന്നു, വീര്യപ്രവൃത്തികൾ നിറഞ്ഞതായിരുന്നു. അനേകം അത്ഭുതങ്ങൾ അവർ കണ്ണാലെ കാണുവാൻ ഇടയായി. മുടന്തന്മാർക്ക് സൗഖ്യം കൊടുക്കുന്നത്, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നത്, 5 അപ്പത്തെ 5000 പുരുഷന്മാർക്കും അതുപോലെ ആയിരക്കണക്കിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും വിളമ്പിയത്, സമുദ്രത്തിൻ്റെ മുകളിലൂടെ നടന്നത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, ഇങ്ങനെ വളരെയധികം അത്ഭുതങ്ങൾ ശിഷ്യന്മാർ കണ്ടു. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരത്ഭുതമാണ് ശിഷ്യന്മാർ മറുരൂപമലയിൽ കാണുന്നത്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് എന്ന് വിശ്വസിക്കുന്ന മോശയും ഏലിയാവും ഒക്കെ യേശുവിന് പ്രത്യക്ഷമാകുന്നതാണ് ഇവിടെ പത്രോസും യാക്കോബും യോഹന്നാനും കാണുന്നത്. ആ സമയത്ത് യേശുവിനെ അവർ ഒരു പ്രത്യേക രൂപത്തിൽ കാണുകയാണ്. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാനും കഴിയാതെ വണ്ണം യേശുവിൻ്റെ വസ്ത്രം വെളുപ്പായി വെട്ടിത്തിളങ്ങുന്ന അനുഭവം. ഈ വെളിച്ചത്തിൻ്റെ മധ്യയാണ് ശിഷ്യന്മാർ പ്രത്യേകാൽ ശ്രദ്ധിക്കുമ്പോൾ മോശയും ഏലിയാവും ഒക്കെ പ്രത്യക്ഷമായി യേശുവിനോട് സംസാരിക്കുന്നതായി കാണുന്നത്. എന്നാൽ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമേ അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാഴ്ചശക്തി എല്ലാവർക്കും ഉള്ള അനുഗ്രഹമാണ്, ദൈവം നൽകിയ ദാനമാണ്. മനുഷ്യന് ബാഹ്യമായ കണ്ണുകൾ മാത്രമല്ല, ആന്തരിക അഥവാ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനവുമുണ്ട്. മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ആന്തരിക കണ്ണാണ്, അഥവാ ഹൃദയദൃഷ്ടിയുടെ പ്രകാശമാണ്, ഉൾക്കാഴ്ചയാണ്. ഈ ഉൾക്കാഴ്ചയാണ് മോശെ മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരുന്നപ്പോഴും അത് വെന്ത് ചാമ്പലാകാതിരുന്ന അത്ഭുതകരമായ കാഴ്ച കാണുവാൻ ഇടയാക്കിയത്. ഒരിക്കൽ ഏലിശാ പ്രവാചകൻ തൻ്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ശിഷ്യൻ്റെ കണ്ണു തുറന്ന് തങ്ങൾക്ക് ചുറ്റും
അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് കുന്നു നിറഞ്ഞിരിക്കുന്നത് ഗേഹസി കാണുവാനിടയായതും ഈ ആന്തരിക കണ്ണ് ഹൃദയദൃഷ്ടി തുറന്നപ്പോഴാണ്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന്. നമ്മുടെ ബാഹ്യ കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും പലപ്പോഴും നാം കാണാതെ പോകുന്ന അനവധി അത്ഭുതങ്ങളുണ്ട്. അത് കാണുവാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ, ഹൃദയദൃഷ്ടി തുറക്കേണ്ടതായിട്ടുണ്ട്. സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ ഹൃദയദൃഷ്ടി തുറപ്പിക്കണമേ എന്ന്. ആമേൻ, ആമേൻ. ഒരു നാളും മറക്കും